ഇന്ന് രാവിലെയാണ് 8:30 മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ ശ്രീനിവാസൻ വിടവാങ്ങിയത്. ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോഴേ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 69 വയസ്സിൽ അരങ്ങൊഴിഞ്ഞത് നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും തിളങ്ങിയ അതുല്യ പ്രതിഭയാണ്. പൊതുദർശനമാണിപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്നത്. സ്മിത ഹരിദാസ് കൂടി ചേരുന്നു. സ്മിത ഹരിദാസ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സിനിമാ പ്രവർത്തകരുൾപ്പെടെ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വലിയൊരു ജനാവലി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ വലിയ തിരക്കായി കഴിഞ്ഞിരിക്കുകയാണ്. സ്മിത. യെസ്, ദിലീപ് പറഞ്ഞതുപോലെ തന്നെയാണ് വലിയൊരു ജനാവലിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ, ചലച്ചിത്രകാരനെ അവസാനമായ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ ടൗൺ ഹാളിൽ 1 മണിയോടുകൂടി കൃത്യം സമയത്ത് തന്നെ ഇവിടേക്ക് ഭൗതിക ശരീരം എത്തിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ട്, മകൻ ധ്യാൻ ശ്രീനിവാസനുണ്ട്, പത്നിയുണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഭൗതിക ശരീരത്തെ അനുഗമിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഗോപീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു സിനിമാ നടനെ, ഒരു താരത്തെ അകലെ നിന്ന് കണ്ടിരുന്ന അതുപോലെയല്ല ശ്രീനിവാസൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അതും അത്ര സുഖകരമല്ലാത്ത യാഥാർത്ഥ്യങ്ങൾ പോലും ഉറക്കെ വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹത്തെ കാണാൻ സാധാരണക്കാരായ നിരവധി പേരാണ് ഇവിടെ ടൗൺ ഹാളിന് പുറത്ത് ഇങ്ങനെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നത്. സ്വയം ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ എല്ലാവരും, അത് സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ളവരും അതേ അച്ചടക്കത്തോടെ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഇവിടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുണ്ട്. ഒപ്പം ശ്രീനിവാസനൊപ്പം പ്രവർത്തിച്ചപ്പോൾ പഴയ തലമുറയിലെ സിനിമാ രംഗത്തെ ചെറിയ വലിയ വേഷങ്ങളെല്ലാം ചെയ്ത് പലതരത്തിൽ പ്രവർത്തിച്ച കൂടെയുള്ള എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പൊതുദർശനം തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരെയും അത്ര ശകാരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇവിടെ കാണുന്നില്ല. അത്രയും അച്ചടക്കത്തോടെ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണാനായി വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ദിലീപ് പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങളായി, വളരെ ശരിക്കും പറഞ്ഞാൽ 69 വയസ്സ് അത്ര വലിയൊരു പ്രായമൊന്നുമല്ല. ഇറ്റ്സ് ടു ഏർലി ടു ലീവ് എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷേ എങ്കിൽ പോലും മലയാളിയുടെ സിനിമാ കാഴ്ചകളിൽ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു സിനിമാ അനുഭവങ്ങൾ എടുത്താൽ എത്രയോ വർഷമായി അദ്ദേഹം ഇതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം തിരക്കഥാകൃത്തായി, സംവിധായകനായി, അങ്ങനെ പല തുറകളിലായി സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എറണാകുളം ടൗൺ ഹാളിൽ ഇവിടെ ഇപ്പോൾ ഭൗതിക ശരീരം എത്തിച്ചിട്ട് അധിക സമയമായില്ല. ഒരു വലിയ ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങളുടെ ഈ കാഴ്ചകളൊക്കെ തന്നെ കാണാം. വളരെ സങ്കടത്തോടു കൂടിയാണ് ഓരോരുത്തരും നിൽക്കുന്നത്. അവർക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ നേരിട്ട് പരിചയമില്ലാത്തവരായിരിക്കും. പക്ഷേ ശ്രീനിവാസൻ എന്നാൽ അവർക്കെല്ലാവർക്കും അവരുടെ വീടിനുള്ളിലെ ഒരു ആൾ തന്നെയായിരുന്നു, കുടുംബാംഗം തന്നെയായിരുന്നു. ഓരോ ചിത്രങ്ങളിലെയും ഓരോ കഥാപാത്രങ്ങളും വല്ലാതെ, ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ തന്നെ വല്ലാത്ത സങ്കടക്കടലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ചില വല്ലാത്ത മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങളിലൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ ഓരോ കഥാപാത്രങ്ങളും നർമ്മത്തിൽ പൊതിഞ്ഞ ചില സംഭാഷണങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളിലും നമ്മൾക്ക് കൂട്ടായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം എന്താണ് വേണ്ടത്? ഇതിനപ്പുറത്തൊരു സംഭാവന അതെന്താണുള്ളത്? സാധാരണ മനുഷ്യൻ്റെ വേദനകളിൽ അവനെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ വല്ലാത്ത വേദനിക്കുന്ന മുഹൂർത്തങ്ങളിൽ പോലും നർമ്മത്തിൻ്റെ ഒരു മേമ്പോടിയോടുകൂടി നമ്മളെ തന്നെ സ്വയം ഒരു പരിഹാസത്തോടെ കാണാൻ കഴിയുക, അതാണ് ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേകതയും. സാധാരണഗതിയിൽ അവരവരെക്കുറിച്ച് തമാശകൾ പറയാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ ഏതെങ്കിലും പരിമിതികളെ, സ്മിത, സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമൊക്കെയായിരുന്ന ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് എറണാകുളം ടൗൺ ഹാളിൽ ഇപ്പോൾ ആയിരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. ആളുകൾ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നവർ, അത് സാധാരണക്കാർ, ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ, സിനിമാ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ സ്വയം നിയന്ത്രിച്ചാണ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഇപ്പോൾ 24ൻ്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ
ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.